നെക്സ്റ്റ് വീക്കിലെ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആഴ്ചകളല്ല, ലാസ്റ്റ് സെപ്റ്റംബർ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലാണ്. ഒരു വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇപ്പോഴും ലോവർ ലോ ലോവർ ഹൈ ഫോർമേഷനിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുവരെയും വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് അപ്സൈഡിലേക്കോ അതേപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡും അപ്സൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഡിക്കേഷൻ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോഴും നല്ല പ്യുവർ ബെയറിഷ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു 1 hour ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഫ്രൈഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും ഇവിടെ നിന്ന് ബെയറിഷിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് മാറ്റിയിട്ടൊന്ന് ലൈൻ ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിലിൻ്റെ താഴെയാണ് മാർക്കറ്റ് വീണ്ടും ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ബെയറിഷ്നെസ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാം. 500 എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കാം. അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരെ വരാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു സോൺ എന്ന് പറയുന്നത് 22 to 70 എന്ന് പറയുന്ന ഈ ഒരു സോൺ വരെ മാർക്കറ്റിന് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. രീതിയിലുള്ള ഷോർട്ട് ടൈം പുൾ ബാക്കുകൾ അപ്സൈഡിലേക്ക് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന ഒരു 1 month കൂടിയൊക്കെ നിയർലി നമുക്ക് ഒരു ബെയറിഷ്നെസ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഏപ്രിലോട് കൂടിയൊക്കെ ആയിരിക്കും മാർക്കറ്റിൽ ഇനി ഒരു ബൈയിങ് വരാനുള്ള പ്രോബബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻട്രീസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു സെൽ ഓൺ റൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ മാർക്കറ്റ് ബെയറിഷ് ആണ്, അതുകൊണ്ട് ഒരു ഡൗൺ സൈഡ് എൻട്രീസ് പ്ലേസ് ചെയ്യാം എന്നതിനുപരി ഒരു എൻട്രി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എടുക്കുക. ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതല്ല സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്സൈഡിൽ കോൾ സൈഡിലേക്ക് ഓപ്ഷൻസിൻ്റെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി സേഫായിട്ട് ഈ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 22,500, അതേപോലെ 22,700, അതേപോലെ 22,270 എന്ന് പറയുന്നതാണ്.